ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അഭിമുഖം ഒരു ഡിജിറ്റൽ പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. അതിൻ്റെ ഒരു കോപ്പി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പത്രക്കാർ കൊടുത്ത തലക്കെട്ട് ഇസ്ലാമാണ് പ്രശ്നം, മുസ്ലിങ്ങളല്ല എന്നായിരുന്നു. അത് ഞാൻ കൊടുത്ത തലക്കെട്ടല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ നൽകിയ തലക്കെട്ടാണ്. എൻ്റെ ഫേസ്ബുക്കിന് താഴെ ഈ തലക്കെട്ട് മാത്രം വായിച്ച് അതിനോട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചതായിട്ട് കണ്ടു. ആ പ്രതികരണങ്ങളിലെ ഒരു പൊതുവിമർശനം ഞാൻ ഒരു കമൻറ്റ് വായിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ കമൻറ്റ് ഇങ്ങനെയാണ്: ആ പ്രയോഗത്തിൽ കൂടി തന്നെ ഇങ്ങേര് തനി വിഡ്ഢിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഹേ മനുഷ്യ, ഇസ്ലാം മതവിശ്വാസം ഫോളോ ചെയ്യുന്നവർക്കാണ് മുസ്ലിം എന്ന് പൊതുവേ പറയുന്നത്. അങ്ങനെയാവുമ്പോൾ തള്ളിക്കൂടെ മുസ്ലിമും ഇസ്ലാമും എല്ലാം പ്രശ്നമാണ് എന്ന്? എന്തിനാ മുസ്ലിമിന് ഒരു ഇളവ് കൊടുക്കുന്നത്? തള്ളൂ, സംഘികൾ രോമാഞ്ചം കൊള്ളട്ടെ. ഈ കമൻ്റ് ഇട്ട ആൾ ഉദ്ദേശിക്കുന്ന ചാപ്പകുത്തലിൻ്റെ വികാരം പൊതുവിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് താഴെയൊക്കെ നമ്മൾ പതിവായി കാണാറുണ്ട്. ഇവിടെ ഇങ്ങേര് പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ എന്നാണ് അർത്ഥം. അതുകൊണ്ട് മുസ്ലിമും ഇസ്ലാമും രണ്ടല്ല, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഇളവ് കൊടുക്കേണ്ട ആവശ്യമില്ല, മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് അങ്ങനെയാണ് സംഘി ചാപ്പ ചാർത്തിയിട്ടുള്ളത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ എന്ന അർത്ഥം ഇസ്ലാമിൻ്റെ ദീനീപരമായ ഒരു നിർവചനം മാത്രമാണ്. സമൂഹം വിവക്ഷിക്കുന്ന അർത്ഥം അതുമാത്രമല്ല, അതല്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ മുസ്ലിമാണ് എന്ന് പറയുന്നത് ഔപചാരികമായി തന്നെ അയാൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് അയാൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം പരിഗണിച്ചിട്ടാണ്. മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പേരിലൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഒരു മുസ്ലിമിന് എന്തെങ്കിലും മുസ്ലിം ആയതിൻ്റെ പേരിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അയാൾ മുസ്ലിമാണ് എന്നതിന് ഒരു ഔപചാരികമായ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ആ സർട്ടിഫിക്കറ്റും തേടി നമ്മൾ പോകുന്നത് മഹല്ലിലെ ഇമാമിൻ്റെ അടുത്തേക്ക് അല്ല, മറിച്ച് നമ്മുടെ വില്ലേജിലെ വില്ലേജ് ഓഫീസറുടെ അടുത്തേക്കാണ്. വില്ലേജ് ഓഫീസർ നമ്മൾ ചെന്നാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്നാവശ്യപ്പെട്ടാൽ വില്ലേജ് ഓഫീസർ നമ്മളെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് ഒരു യന്ത്രം വെച്ച് അളന്നു നോക്കിയിട്ട് ആ വിശ്വാസത്തിൻ്റെ ശതമാനം വെച്ചുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന ഏർപ്പാട് ഇല്ല. വില്ലേജ് ഓഫീസർ അയാളുടെ വില്ലേജിലുള്ള രേഖകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഏത് സമുദായത്തിലാണ് ജനിച്ചത് എന്ന് മാത്രം പരിഗണിച്ചിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് എഴുതി തരികയാണ് ചെയ്യുക. ഇപ്പം ഞാൻ പോയിട്ട് എൻ്റെ വില്ലേജിൽ പോയിട്ട് എനിക്കൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം എന്നാവശ്യപ്പെട്ടാൽ ആ വില്ലേജ് ഓഫീസർ ഞാൻ യുക്തിവാദിയാണോ, ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ആളാണോ എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ അയാൾക്ക് അധികാരവുമില്ല. മറിച്ച് അയാൾ എന്താ നോക്കുക, ഞാൻ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്, എൻ്റെ വാപ്പയും ഉമ്മയും ഏത് കമ്മ്യൂണിറ്റിയിലാണ് എന്ന് നോക്കും. അത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നോക്കും. മറ്റു രേഖകളൊക്കെ നോക്കിയിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് തീരുമാനിച്ചിട്ടാണ് എനിക്ക് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് തരിക. അത് ഞാൻ ചെന്ന് ചോദിച്ചാലും സർട്ടിഫിക്കറ്റ് തരേണ്ടി വരും. അപ്പോൾ ഔപചാരികമായി തന്നെ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അർത്ഥമാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചയാൾ എന്ന് മാത്രമാണ്. അതല്ലാതെ ഒരാളുടെ വിശ്വാസം അളന്നിട്ടല്ല. വില്ലേജ് ഓഫീസിൽ അങ്ങനെ വിശ്വാസം അളക്കാൻ വേണ്ടി ഒരു ഈമാനോമീറ്റർ എന്ന് പറയുന്നൊരു സാധനം ഘടിപ്പിച്ച് വെച്ചിട്ടില്ല. അതല്ലാതെ നമ്മൾ മുസ്ലിമാണ് എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് തേടി മഹല്ലിലെ ഇമാമിൻ്റെ അടുത്ത് പോയിട്ട് മഹല്ല് പള്ളിയിലെ ഇമാമിൻ്റെ കയ്യിൽ ഒരു ഈമാനോമീറ്റർ വെച്ചിട്ട് ഈമാനോമീറ്റർ ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് നോക്കിയിട്ട് ഇയാൾക്ക് ഇത്ര ശതമാനം ഈമാൻ ഉണ്ട് എന്നും പറഞ്ഞിട്ട് മഹല്ലിലെ ഇമാമ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന ഏർപ്പാടില്ല. ഈ മഹല്ലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ചില കല്യാണത്തിൻ്റെ മറ്റു ആവശ്യങ്ങൾക്കാണ്. അത് മതത്തിൻ്റെ ഉള്ളിൽ സമുദായത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. വിശ്വാസി ആണെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നൊക്കെ തീരുമാനം ഉണ്ടാവും. പക്ഷേ പൊതുസമൂഹത്തിൽ അത് നടപ്പില്ല, നിയമപരമായിട്ട് അത് നടപ്പില്ല. ഔപചാരികമായ എല്ലാ രേഖകളിലും നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുസ്ലിം സമുദായത്തിൽ ജനിച്ചാൽ മുസ്ലിമാണ്. മാത്രമല്ല നമ്മുടെ കാനേഷുമാരി കണക്കിൽ ഇന്ത്യയിൽ ഇത്ര കോടി മുസ്ലിങ്ങളുണ്ട് എന്ന് പറയുന്ന കണക്കിൽ ഞാൻ ഉൾപ്പെടെ ഇസ്ലാം മതം ഉപേക്ഷിച്ച മുർത്തദ്ദുകൾ ഉൾപ്പെടെ ഈ സമുദായത്തിൽ ജനിച്ച എല്ലാവരുടെയും കണക്കുണ്ടാവും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മൊത്തം എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന ചോദ്യത്തിനും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ചവരുടെ എണ്ണമാണ് മുസ്ലിങ്ങളുടെ എണ്ണമായിട്ട് വരിക. അല്ലാതെ വിശ്വസിക്കുന്നവരുടെ എണ്ണം വിശ്വാസത്തിൻ്റെ ശതമാനം കണക്ക് കൂട്ടിയിട്ട് ഈമാനോമീറ്റർ വെച്ച് നോക്കിയിട്ടൊന്നുമല്ല, അതിൻ്റെ ശരാശരി എടുത്തിട്ടൊന്നുമല്ല കണക്ക് പറയാം.
ഈ കണക്ക് നിങ്ങളും ഉപയോഗിക്കാറുണ്ട്. നിങ്ങളെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ലോകത്ത് ഇസ്ലാം വളരുന്നേ എന്ന് കാണിക്കാൻ വേണ്ടി ലോക ജനസംഖ്യയിൽ ആകെയുള്ള മുസ്ലിങ്ങളെ കണക്കാണ് അവതരിപ്പിക്കുക. അങ്ങനെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള മുർത്തദ്ദുകളും നിങ്ങളുടെ കണക്കിൽ മുസ്ലിമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ കണക്ക് പൊക്കിപ്പിടിച്ചിട്ടാണ് ഇസ്ലാം വളരുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. അതല്ലാതെ ഇസ്ലാമിൽ നിന്ന് ഇത്ര ആളുകൾ പുറത്തു പോയി എന്നുള്ള കണക്ക് വെച്ചിട്ടല്ല, ആ കണക്കും കൂടെ പരിഗണിച്ചിട്ട് അവരെ മൈനസ് ചെയ്തിട്ടല്ല നിങ്ങൾ മൊത്തം ഇസ്ലാമിൻ്റെ വളർച്ചയായിട്ടും മുസ്ലിമിൻ്റെ വളർച്ചയായിട്ടും വീമ്പ് പറയുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ തന്നെ ദീനീപരമായിട്ട് മുസ്ലിമിൻ്റെ പുറത്ത് നിർത്തുന്ന ഒരുപാട് പേര്, മുർത്തദ്ദുകൾ മാത്രമല്ല, പരസ്പരം കാഫിർ ആരോപിക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മുസ്ലിം സമൂഹം. ആ സമൂഹത്തിലെ നിങ്ങൾ ഓരോ വിഭാഗക്കാരും മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ച വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഈ കണക്ക് പെരുപ്പിച്ച് കാണിക്കാറുള്ളത്. അതിൽ ഖാദിയാനി മുസ്ലിങ്ങൾ ഉൾപ്പെടും, മുർത്തദ്ദുകൾ ഉൾപ്പെടും, പിന്നെ പലതരത്തിൽ നിങ്ങൾ കാഫിറായി പ്രഖ്യാപിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ തന്നെ ഈ കണക്ക് പറയുക. അപ്പം മുസ്ലിം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. അത് ദീനിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇസ്ലാം വിശ്വസിക്കുന്നവരാണ് മുസ്ലിം എന്ന് പൊതുവിൽ പറയാം. പക്ഷേ അവിടെയുണ്ട് വലിയൊരു പ്രശ്നം. ആ പ്രശ്നം ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഔപചാരികമായ എല്ലാ കണക്കുകളിലും മുസ്ലിം എന്ന വാക്കിന് മുസ്ലിം സമുദായത്തിൽ പിറന്ന ആൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതല്ലാതെ വിശ്വാസം അളന്നിട്ട് വിശ്വാസത്തിൻ്റെ ശതമാനം വെച്ച് എവിടെയും നമ്മൾ ഇത്ര ശതമാനം മുസ്ലിം എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റുകളും രേഖകളും ഉണ്ടാക്കുന്നില്ല. ഒരു ഡോക്ടറെ അടുത്ത് ശാരീരികമായ വൈകല്യത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പല ആനുകൂല്യങ്ങളും കിട്ടും. ആ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകല്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ചെന്നാൽ 40% വൈകല്യം എഴുതിയാലേ ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഇയാളുടെ വൈകല്യം എത്ര ഉണ്ടെന്ന് പരിശോധിച്ചിട്ട് എത്ര ശതമാനം വൈകല്യം എന്ന് പറഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് തരിക. ഇപ്പോൾ 40 മേലെ ഉണ്ടെങ്കിൽ 50, 60 എന്നൊക്കെ എഴുതിയിട്ടാവും സർട്ടിഫിക്കറ്റ് തരിക. 40 കുറവാണെങ്കിൽ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം കിട്ടില്ല. പക്ഷേ ഡോക്ടർ നമുക്ക് എത്ര ശതമാനം ഉള്ളത് നോക്കിയിട്ട് അതിന് സർട്ടിഫിക്കറ്റ് തരും. അതുപോലെ വിശ്വാസം പരിശോധിച്ചിട്ട് വിശ്വാസോമീറ്റർ, ഈമാനോമീറ്റർ വെച്ച് നോക്കിയിട്ട് വിശ്വാസത്തിൻ്റെ പെർസെൻറ്റേജ് കണക്ക് കൂട്ടിയിട്ട് ശതമാനക്കണക്കിൽ വിശ്വാസം അളന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിൽ ഇല്ല. പള്ളി ഇമാമിന് പോലും അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല. കാരണം ഈമാൻ ആർക്കും അങ്ങനെ അളന്നു നോക്കാൻ പറ്റുന്ന ഒരു യന്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന നിങ്ങളുടെ സാങ്കേതികവാദം അംഗീകരിക്കുകയാണെങ്കിൽ, അത് വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നം തീരുന്നില്ല ചങ്ങാതിമാരെ. പ്രശ്നം അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് തുടങ്ങിയിട്ട് എത്രത്തോളം അത് ഗുരുതരമാകുന്നു, സങ്കീർണമാകുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ ലോകത്തേക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. വെള്ളിയാഴ്ച പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒക്കെ നോക്കിയാൽ മതി. അവിടെ ജുമാക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജുമാ നിസ്കരിക്കുന്ന പള്ളി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണാം. സുന്നിയാളെ പള്ളിയിൽ ഷിയ പോയി ഇങ്ങനെ പൊട്ടിത്തെറിക്കും, ഷിയാക്കളെ പള്ളിയിൽ സുന്നി പോയിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ജുമാക്ക് പോയ ആൾക്കാർ തുണിയും കുപ്പായൊക്കെ എടുത്ത് കുളിച്ചൊരുങ്ങി പോയ ആൾക്കാർ ചിതറിയ കരിക്കട്ടകളായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇസ്ലാമിൻ്റെ ലോകത്ത് നടക്കുന്ന ഈ സാധനം, അതാണ് പ്രശ്നം. അതുമാത്രമല്ല പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ സങ്കീർണമാണ് പ്രശ്നം. ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെയാണ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കേണ്ടത് എങ്കിൽ ഒരു ചോദ്യമുണ്ട്. വലിയ ചോദ്യമാണ്, ഏത് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ? ആ ചോദ്യം ചോദിച്ചാൽ ഓരോരുത്തർക്കും ഉത്തരം വ്യത്യസ്തമായിരിക്കും, അല്ലേ? എത്ര ഇസ്ലാമുണ്ട് ലോകത്ത്? നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ഇസ്ലാമുണ്ട്? ഖാദിയാനികൾ മുസ്ലിങ്ങളാണോ? അല്ലേ? ഖാദിയാനികൾ പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, യഥാർത്ഥ മുസ്ലിങ്ങൾ ഞങ്ങളാണ് എന്നാണ്. പക്ഷേ ആ ഖാദിയാനികൾക്ക് അവരുണ്ടായ സ്ഥലത്ത് പാകിസ്ഥാനിൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് പോലും കൊടുക്കില്ല. ഞാൻ മുസ്ലിമാണെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ അയാൾക്ക് ജയിലിൽ പോകേണ്ടി വരും പാകിസ്ഥാനിൽ. പള്ളിയിൽ പോയി ബാങ്ക് വിളിച്ചാൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ ഒരു ഖാദിയാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന നിയമമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. മകളുടെ കല്യാണക്കത്തിൻ്റെ മുകളിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് അച്ചടിച്ചതിന് ഒരു ഖാദിയാനി മുസ്ലിമിനെ എത്രയോ വർഷങ്ങൾ തടവിലിട്ടതിൻ്റെ വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ ഖാദിയാനി ഉൾപ്പെടുന്നതാണോ നിങ്ങളുടെ മുസ്ലിം? ഈ ഖാദിയാനിയെ നിങ്ങൾ മുസ്ലിം എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തൂ. അപ്പോൾ ഇസ്ലാമിൽ അവരും വിശ്വസിക്കുന്നുണ്ട്. അവരൊന്നും ദൈവനിഷേധികളോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരൊന്നും അല്ല. ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ അവരവരുടേതായ ചില ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അവർ ഉൾപ്പെടെ ലോകത്ത് എത്രയോ വിഭാഗം മുസ്ലിങ്ങളുണ്ട്
ഇസ്ലാം പലതരത്തിലുള്ള ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇല്ലേ, മുത്തുനബി ഇസ്ലാം മതം ഉണ്ടാക്കിയിട്ട് അങ്ങ് വഫാത്തായി പോയ സമയത്ത്, ആ ശ്വാസമായിട്ട് നിലച്ച സമയത്ത് ആ മയ്യത്ത് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാതെ അപ്പുറത്ത് ഇസ്ലാം പൊട്ടിപ്പിളരുകയായിരുന്നു. അന്ന് പിളർന്ന 2 കഷ്ണങ്ങളാണ് സുന്നി ഷിയ. മയ്യത്ത് മറവ് ചെയ്യാൻ പോലും ആളില്ലാതെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് അടികൂടിയിട്ടുണ്ടാക്കിയ രണ്ട് ഇസ്ലാമാണ് സുന്നി ഇസ്ലാമും ഷിയ ഇസ്ലാമും. അതിൽ സുന്നി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബിയുടെ ആജന്മ ശത്രുവായിരുന്ന അബൂ സുഫിയാനും മക്കളും ഉണ്ടാക്കിയ ഇസ്ലാമാണ്. അവർ കൊണ്ടു നടന്ന ഇസ്ലാമാണ്, കൈകാര്യം ചെയ്ത ഇസ്ലാമാണ്. ഷിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബിയുടെ മരുമകനും മകളും പേരക്കുട്ടികളൊക്കെ കൂടി ഉണ്ടാക്കിയ ഇസ്ലാമാണ് ഷിയ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഷിയ ഇസ്ലാം ഇന്ന് ലോകത്ത് കുറച്ചേ ഉള്ളൂ. അബൂ സുഫിയാൻ്റെയും മുആവിയയുടെയും ഇസ്ലാമാണെന്ന് വലിയ ഇസ്ലാമായിട്ട് പെരുകി വന്നിട്ടുള്ളത്. ഇതിലേത് ഇസ്ലാം വിശ്വസിച്ചവരാണ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുക? പരസ്പരം 2 കൂട്ടരും കുഫർ ആരോപിക്കുന്നുണ്ട്. സുന്നികൾ മുസ്ലിങ്ങളായിട്ട് ഷിയാക്കളോ മുസ്ലിങ്ങളായിട്ടും മറ്റോരോ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഏത് ഇസ്ലാമിൽ വിശ്വസിച്ചവരാണ് മുസ്ലിം? ഇനി കാദിയാനികളെ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് വേറൊരു കൂട്ടരും മുസ്ലിങ്ങളെന്നും പറഞ്ഞ് വരുന്നുണ്ട്. നമ്മളെ മുസ്തഫ മൗലവിയെ പോലെയുള്ള, ചേകന്നൂർ മൗലവിയെ പോലെയുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരുടെ മുമ്പിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ഇസ്ലാം ഉണ്ടാക്കിയിട്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒറിജിനൽ ഇസ്ലാം അതാണ്, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് അവരും അവകാശപ്പെടുന്നുണ്ട്. ഖുർആനിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ലോകത്ത് പലയിടത്തും ഉണ്ട്. ഈ ഖുർആനിസ്റ്റുകളെ ഇസ്ലാമായിട്ട് മുസ്ലിങ്ങളായിട്ടും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പോൾ കാദിയാനികളും ഖുർആനിസ്റ്റുകളും അതുപോലെയുള്ള ഷിയാക്കളും സുന്നികളും ഒക്കെ അടങ്ങുന്ന പല വിഭാഗങ്ങളായി പിരിഞ്ഞു കിടക്കുന്ന പലതരം ഇസ്ലാമുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇനി ഈ സുന്നി ഇസ്ലാം, അബൂ സുഫിയാൻ്റെ ഇസ്ലാമിൻ്റെ തന്നെ അവസ്ഥ എന്താണ്? എത്ര കഷ്ണങ്ങളായിട്ടാണ് അത് പിളർന്നു പോയിട്ടുള്ളത്? നമുക്ക് ലോകത്തെ പല ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചാൽ മതി. കേരളത്തിൽ ആ സുന്നിയിൽ നിന്ന് പിളർന്നുണ്ടായതാണ് മുജാഹിദും ജമായത്തും, മറ്റ് സുന്നി, ഈ സുന്നി, ആ സുന്നി, അതുപോലെ അനേകം തരീഖത്തുകൾ എന്ന് പറയുന്ന കൾട്ടുകൾ. ഇതെല്ലാം ഈ സുന്നി ഇസ്ലാം എന്ന് പിളർന്നുണ്ടായതാണ്. അതിലോരോന്ന് എടുത്തു നോക്കുക നിങ്ങൾ. മുജാഹിദ് എടുത്തു നോക്കും. അപ്പോൾ അതാണല്ലോ ഒറിജിനൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തൗഹീദിൻ്റെ ആൾക്കാരായിട്ട് ഇവിടെ നടക്കുന്നത്. ആകെയുള്ള കേരളത്തിൽ ആകെയുള്ള മുസ്ലിങ്ങളിൽ 1% ഉള്ളൂ ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന വഹാബികൾ. ആ വഹാബികൾ ഇന്ന് 10-20 കഷ്ണങ്ങളായിട്ട് പിളർന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറിജിനൽ ഇസ്ലാമിൻ്റെ പേരിൽ. ഏത് മുജാഹിദാണ് ഒറിജിനൽ മുജാഹിദ്, ഒറിജിനൽ ഇസ്ലാം എന്ന് തീരുമാനമായിട്ടില്ല, അടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേത് കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ ഇസ്ലാം നിശ്ചയിക്കുക? അതൊക്കെ എല്ലാവരും ഇസ്ലാമാണ് എന്ന് പറയാൻ പറ്റുമോ? അതോ എല്ലാ ഇസ്ലാമും അംഗീകരിച്ചുകൊണ്ട് എല്ലാവരെയും നമുക്ക് മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ് നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ബുദ്ധിസം ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകാർ പറയുന്നത് പ്രമാണങ്ങളെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടുള്ള യഥാർത്ഥ ഇസ്ലാം ഞങ്ങൾ പറയുന്നതാണെന്ന്. അപ്പുറത്ത് മർക്കസു ദൈവ എന്ന് പറയുന്ന വേറൊരു കൂട്ടർ മാറിപ്പോയിട്ട് പറയുന്നത് പ്രമാണങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, പല അന്ധവിശ്വാസങ്ങളും നമുക്ക് തള്ളിക്കളയണമെങ്കിൽ പ്രമാണങ്ങളെ തള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണം തള്ളികളായിട്ട് അപ്പുറത്ത് പ്രചരണം നടത്തുന്നവരാണ് മർക്കസു ദൈവ. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ രണ്ടിലും അല്ലാതെ നിൽക്കുന്ന പഴയ KNM വേറൊരു കഷ്ണമായിട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇതിൽ ഓരോന്നിലും ഉപകഷ്ണങ്ങൾ വേറെയുണ്ട്. മുജാഹിദിൻ്റെ മാത്രം കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രമാണങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ഖുർആൻ്റെ പേരിൽ, ഹദീസിൻ്റെ പേരിൽ പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ഇസ്ലാം വിശ്വസിച്ചവരെയാണ് നമ്മൾ മുസ്ലിം എന്ന് വിളിക്കേണ്ടത്? ഇത് ചെറിയ പ്രശ്നമല്ല, ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല, മുസ്ലിം ലോകത്ത് മൊത്തമുള്ള പ്രശ്നമാണ്. വെറുമൊരു പ്രശ്നമല്ല, ഇത് അങ്ങേയറ്റം ഗുരുതരമായി പരസ്പരം ബോംബ് വെച്ച് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന തരത്തിൽ ഭിന്നിച്ച് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളിലെ വിഭാഗങ്ങൾ. ഏത് ഇസ്ലാം വിശ്വസിച്ചാലാണ് മുസ്ലിം ആവുക? ഇനി ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമുദായം എന്ന അർത്ഥത്തിലാണ് ഞാൻ എൻ്റെ അഭിമുഖത്തിലും ഞാൻ എൻ്റെ പൊതുവായ നിലപാടുകളിലും മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആ മുസ്ലിം എന്ന വാക്കിൽ ഞാനടക്കം ഉൾപ്പെടും. കാരണം കാനേശുമാരി കണക്കനുസരിച്ച്, ഔദ്യോഗിക രേഖ അനുസരിച്ച് ഞാനും മുസ്ലിമാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണ് നമ്മളൊക്കെ. ആ അർത്ഥത്തിലാണ് ഞാൻ മുസ്ലിം അല്ല പ്രശ്നം എന്ന് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ വിവിധ വിഭാഗങ്ങളിൽ പ്രശ്നമുള്ളവരുണ്ട്, പ്രശ്നം കൂടിയവരുണ്ട്, പ്രശ്നം കുറഞ്ഞവരുണ്ട്, പ്രശ്നം ഉണ്ടാക്കാത്തവരുണ്ട്. അപ്പോൾ എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് സാധനങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ നിൽക്കുന്നത് ഈ സാധനങ്ങൾ നോക്കൂ. രാജവെമ്പാലയും അണലിയും കരിമ്പൂർക്കനും ഒക്കെ ചേർന്ന വിഷം ചീറ്റുന്ന ഈ വിഭാഗം അല്ലേ. സ്കൂളിൽ സൂംബ ഡാൻസ്, സ്കൂളിൽ മ്യൂസിക്, സംഗീതം, നൃത്തം ഇതൊന്നും പറ്റൂല ഞമ്മക്ക് എന്ന് പറഞ്ഞ പെൺകുട്ടികളെ നിങ്ങൾ പൗഡർ പൂശിയിട്ടും കൺമഷിയിട്ടിട്ടും ലിപ്സ്റ്റിക് ഇട്ടിട്ടും നല്ല ഡ്രസ്സ് ചെയ്തിട്ടും കുളിച്ചിട്ടും ചൊറുക്ക് കൂട്ടിയിട്ടും സ്കൂളിൽ പോകാൻ ഇറങ്ങിയാൽ നിങ്ങൾ വേശ്യകളാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് എന്ന് ഉളുപ്പില്ലാതെ വഷള് പറഞ്ഞവനാണ് ഈ അധ്യാപകൻ. അതാണ് ഇസ്ലാമിൻ്റെ ഒരു മുഖം. തൊട്ടപ്പുറത്തിരിക്കുന്ന താടി ഗുരുവായൂരപ്പോ എന്ന് വിളിച്ചാൽ അയാൾ ഏത് മഹാത്മാഗാന്ധിയായിട്ടും കാര്യമില്ല. നരകത്തിൽ ഏറ്റവും ചൂടുള്ള ഏറ്റവും കുണ്ടുള്ള സ്ഥലത്ത് നിത്യ നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് മൈക്ക് കെട്ടി വഷള് പറഞ്ഞ വിദ്വാനാണത്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതോ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി മനുഷ്യരെല്ലാവരും മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന സമയത്ത് ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് മനുഷ്യരെല്ലാവരും അവിടെ പോയി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനമൊന്നുമല്ല നടത്തേണ്ടത്. ആ ചാവാൻ കിടക്കുന്നവൻ, ചക്രശ്വാസം വലിച്ച് കിടക്കുന്നവൻ്റെയൊക്കെ ചങ്കിൽ കൊണ്ടുപോയിട്ട് തൗഹീദ് തിരികുകയാണ് വേണ്ടത്. അതാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന വൃത്തികേട് വിഷം ചീറ്റിയ വിഷജീവിയാണ് അപ്പുറത്തായിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷജീവികൾ പ്രതിദാനം ചെയ്യുന്ന ഒരു ഇസ്ലാം ഇതിൻ്റെ എക്സ്ട്രീമിലുണ്ട്. അതാണ് വിഡ്ഢിസം ഇസ്ലാം. ഇനി അതിൻ്റെ മറ്റേ എക്സ്ട്രീമിൽ ഇരിക്കുന്നവരെ നോക്കൂ നിങ്ങൾ. നാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രചരിപ്പിക്കുകയും അതാണ് ഖുർആനിലുള്ളത് എന്ന് ഖുർആനായത്തുകൾ ഓതിക്കൊണ്ട് വിശദീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ. അതിൻ്റെ പേരിൽ ചുട്ടു തിന്നു ഒരാളെ, അയാളുടെ ചിത്രമാണ് ഒന്ന്. അയാളുടെ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് പറയാവുന്ന രീതിയിൽ ഈ ആശയം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതമില്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഈ സമുദായത്തോട് ഖുർആനും പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിച്ച് നടക്കുന്ന മുസ്തഫ മൗലവിയുടെ ചിത്രമാണത്. അത് മറ്റേ എക്സ്ട്രീം. ഇത് രണ്ടും ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ രണ്ട് മുഖങ്ങളാണ്. ഈ രണ്ട് മുഖങ്ങളുമുള്ള രണ്ട് ഇസ്ലാം, രണ്ടറ്റത്തുള്ള ഈ രണ്ട് ഇസ്ലാം, ഈ രണ്ട് ഇസ്ലാമിലും വിശ്വസിക്കുന്നവരും മുസ്ലിങ്ങളാണ്. അതിലേത് മുസ്ലിമാണ് പ്രശ്നക്കാരൻ, ഏത് മുസ്ലിമാണ് പ്രശ്നം ഉണ്ടാക്കാത്തവൻ? എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണ് എന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മുസ്തഫ മൗലവിയും ചേകന്നൂർ മൗലവിയും പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം, അതാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം, ഇപ്പുറത്തിരിക്കുന്ന ഈ വിഷജീവികൾ വിളിച്ചു കൂവുന്നതാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ, ഈ രണ്ട് മുസ്ലിങ്ങൾ ഒരുപോലെ ലോകത്തിനും മനുഷ്യരാശിക്കും പ്രശ്നമുണ്ടാക്കുന്നവരാണോ? അല്ല. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതിനെ നിർവീര്യമാക്കാനും ശ്രമിക്കുന്നവരാണ് മറ്റവർ. ഈ രണ്ടു കൂട്ടരും നമ്മൾ പ്രശ്നക്കാരായിട്ട് കാണണം. ഇത് രണ്ടും മുസ്ലിങ്ങളാണേ. അപ്പം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾപ്പെടുന്നവരാണേ. അതുകൊണ്ടാണ് മുസ്ലിങ്ങളല്ല പ്രശ്നം, ഇസ്ലാമാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ഇസ്ലാമാണ് പ്രശ്നം എന്ന് പറയാൻ കാരണം ഇസ്ലാമിൽ നിന്ന് ഈ രണ്ട് തരം സാധനങ്ങളും ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. പള്ളികളിൽ പൊട്ടിത്തെറിക്കുന്നു എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം. അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നം ഉണ്ടാവാൻ കാരണം ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാണ് പ്രശ്നം എന്നും മുസ്ലിങ്ങളല്ല പ്രശ്നം എന്നും പറയാൻ കാരണം. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം പ്രശ്നക്കാരാവാൻ കാരണം ഇസ്ലാമാണ്. അപ്പോൾ ഇസ്ലാം ചില്ലറയല്ല പ്രശ്നം, അത് സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അതാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. മുസ്ലിം സമുദായത്തിൽ ജനിച്ചവർ എന്ന അർത്ഥത്തിൽ എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യത ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇസ്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നവരാണ് മുസ്ലിങ്ങൾ എങ്കിൽ ആ പറയുന്നതും ആ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണ് എന്ന് പൊതുവിൽ പറയാൻ പറ്റില്ല എന്നും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഒരാൾ പ്രശ്നക്കാരനാവുന്നില്ല എന്നും എന്നാൽ ഇസ്ലാമാണ് പ്രശ്നം എന്നും പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചേകന്നൂർ മൗലവിയും മുസ്തഫ മൗലവിയും ഒക്കെ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാം, ഇപ്പുറത്ത് ഈ വിഷജീവികൾ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമും വ്യത്യസ്തമായിരിക്കുന്നതിന് ധാർമ്മികവും സാമൂഹികവും മനഃശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിം പ്രശ്നക്കാരനും അപകടകാരിയും ആകുന്നത് ഏത് തലത്തിൽ ഇസ്ലാമിനെ ആവാഹിക്കുമ്പോഴാണ് എന്നും ഒരു മുസ്ലിം പ്രശ്നക്കാരനും അപകടകാരിയും ആവാതെ മനുഷ്യർക്ക് സ്വീകാര്യമാകുന്ന ഒരു മനുഷ്യനായി മാറുന്നത് ഈ ഇസ്ലാം ഏതളവിൽ സ്വീകരിക്കുമ്പോഴാണ് എന്നുമൊക്കെ നമ്മൾ ഈ സമൂഹത്തെ നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഈ മലപ്പുറത്ത് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ അവരിൽ ഒരാളായിക്കൊണ്ട്
അവരുടെ മതവിശ്വാസത്തെ നിരാകരിച്ചുകൊണ്ട്, പ്രായോഗികമായി നിരാകരിച്ചുകൊണ്ട്, രൂക്ഷമായ ഭാഷയിൽ ആ മതവിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച ആളാണ്. അരനൂറ്റാണ്ട് കാലം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അവരിൽ ഒരാളായി ജീവിച്ച ആളാണ്. ആ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് ആ സമുദായത്തെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരീക്ഷിച്ചതിൽ നിന്നും ഞാൻ എൻ്റേതായ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ചില കണക്കുകൾ, ചില കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഇവിടെ ഏത് വിഭാഗം ഇസ്ലാം ആയാലും ശരി, അതിൽ അപകടം കൂടിയ ഇസ്ലാമാണെങ്കിൽ ആ ഇസ്ലാം തന്നെ ഒരു വിശ്വാസിയിൽ ഏതളവിലാണ് കയറിക്കൂടിയിട്ടുള്ളത്, അയാളുടെ തലച്ചോറിൽ എത്ര അളവിലാണ് ഈ മതത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളും അതിൻ്റെ ദീനീ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഇൽമും ഒക്കെ കയറിപ്പറ്റിയിട്ടുള്ളത്, അതിൻ്റെ പേഴ്സൻറ്റേജ് അനുസരിച്ച്, അതിൻ്റെ അളവനുസരിച്ചാണ് ആ വിശ്വാസി അപകടകാരിയോ അതല്ലെങ്കിൽ ശരാശരിയോ അതല്ലെങ്കിൽ അപകടരഹിതനോ ഒക്കെ ആയി മാറുന്നത്. ഇതെൻ്റെ ഒരു നിരീക്ഷണമാണ്. ആ നിരീക്ഷണം അനുസരിച്ചും മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും അപകടകാരികളല്ല എന്നതാണ് എൻ്റെ നിരീക്ഷണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിമല്ല പ്രശ്നം, ഇസ്ലാമാണ് പ്രശ്നം. ഇസ്ലാം മാത്രമല്ല പ്രശ്നം, ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ കയറിക്കൂടുന്ന, അയാളുടെ തലച്ചോറിൽ ആവാഹിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ആണ് പ്രശ്നമുണ്ടാക്കുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അർത്ഥത്തിലല്ല, അതിൻ്റെ ഒറിജിനൽ സത്ത കൂടിയതും അളവ് കൂടിയതും ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇസ്ലാം തന്നെയാണ്. ആ ഇസ്ലാം ആവാഹിച്ച മുസ്ലിം തന്നെയാണ് പ്രശ്നക്കാരനായി മാറുന്നത് എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇനി ഈ ചാർട്ടിലേക്ക് നോക്കൂ. ആ ചാർട്ടിലെ ഏറ്റവും താഴെ കാണുന്ന നല്ല കറുപ്പ് നിറത്തിലുള്ള ആ നേർത്ത പാളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള ഇസ്ലാമിനെ ആവാഹിച്ചിട്ടുള്ള മുസ്ലിം വിഭാഗം, അതിതീവ്ര വിശ്വാസികൾ. അതിൽ തന്നെ സുന്നിയും ഷിയായും മറ്റേതും മറിച്ചതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും കടുപ്പം കൂടിയ ജാതി, അത് നമ്മളെ വിഡ്ഡിസം ഇസ്ലാം പോലെയുള്ള ഇസ്ലാം ആവാഹിച്ച ആളുകൾ, അത് കൂടിയ അളവിൽ ആവാഹിച്ചവർ, അത് അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റിയിൽ ആവാഹിച്ചവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ, എണ്ണത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ നഞ്ഞെന്തിന് നാനാഴി എന്ന് ചോദിച്ച മാതിരി അത് എണ്ണത്തിൽ കുറവാണെങ്കിലും അത് സമുദായത്തിനും സമൂഹത്തിനും അപകടം ചെയ്യുന്നവരാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ 3 താടിക്കാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ സമൂഹത്തിലേക്ക് അവർ പ്രസരിപ്പിക്കുന്ന വിഷത്തിൻ്റെ രൂക്ഷത എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരുടെ ചിത്രം കാണിച്ചത്. അപ്പോൾ ഏറ്റവും കൂടിയ അളവിൽ ഈ മതം അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ആവാഹിച്ചിട്ടുള്ള ആളുകൾ, അപകടകാരികളായ ഇസ്ലാം ആവാഹിച്ചിട്ടുള്ള മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് ഈ ചാർട്ടിലെ ഏറ്റവും താഴെ കാണുന്ന കുറഞ്ഞ അളവിലുള്ള ഒരു വിഭാഗമാണ്. ഇനി അതിനോട് ചേർന്ന് നിൽക്കുന്ന, അല്പം കറുപ്പ് കുറഞ്ഞിട്ടാണെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള 1-2 ലെയറുകൾ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഈ അതിതീവ്ര വിശ്വാസികൾ, തീവ്ര വിശ്വാസികൾ, ശരാശരി വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിശ്വാസികളുടെ, കട്ടി കൂടിയ വിശ്വാസികളുടെ ഒരു ഗണം നമുക്കവിടെ രൂപപ്പെടുത്താം. അവർ മാത്രമാണ് മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഇസ്ലാമിൻ്റേതായ പ്രശ്നങ്ങൾ സമൂഹത്തിൽ വലിയ തോതിൽ പ്രസരിപ്പിക്കുന്ന ആളുകൾ. അവരെ മാത്രമേ നമുക്ക് അപകടകാരികൾ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇനി ആ ചാർട്ടിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള 2 വലിയ കോളം നിങ്ങൾ നോക്കുക. ഏറ്റവും മുകളിലുള്ള കറുപ്പ് തീരെ ആവാഹിച്ചിട്ടില്ലാത്ത എന്നാൽ നേരിയ കറുപ്പ് ആവാഹിച്ചിട്ടുള്ള 2 വലിയ കോളങ്ങൾ മൃദുവിശ്വാസികൾ അല്ലെങ്കിൽ മിതവിശ്വാസികൾ എന്ന് പറയുന്നവരും, വിശ്വാസമില്ല പക്ഷേ വിശ്വാസികളായി അഭിനയിക്കുന്നു ജീവിക്കാൻ വേണ്ടി, കപടവിശ്വാസികൾ എന്ന് നമ്മൾ അവരെ പേരിട്ടിരിക്കുന്നു. ഈ കപടവിശ്വാസികളും മിതവിശ്വാസികളുമായിട്ടുള്ള ഈ വലിയ വിഭാഗം, അതിൻ്റെ അളവ് നിങ്ങൾ നോക്കൂ. ഈ ചാർട്ടിൽ കാണുന്നത് പോലെയാണ് അതിൻ്റെ അളവ്. സമൂഹത്തിൽ ഈ 2 വിഭാഗത്തിലും പെട്ട ആളുകൾ അപകടകാരികളെയല്ല, അപകടകാരികളാവാനുള്ള പൊട്ടൻഷ്യൽ പോലും ഇല്ലാത്ത വിഭാഗങ്ങളാണ് ഈ 2 വിഭാഗങ്ങൾ. അവർ ആവാസ വ്യവസ്ഥക്കനുസരിച്ച് ജീവിതത്തിലേക്കും ദുനിയാവിലേക്കും ചാഞ്ഞിവിടെ ജീവിക്കുന്നവരാണ്, ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ സമൂഹത്തിൻ്റെ ആവാസ വ്യവസ്ഥക്കനുസരിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാൻ
മനസ്സ് പാകപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ്. വിശ്വാസം എന്നത് വളരെ നേരിയ അളവിൽ അതിൻ്റെ ഏറ്റവും വിഷം കുറഞ്ഞ ക്വാളിറ്റിയിൽ ആവാഹിച്ചിട്ടുള്ളവർ മാത്രമാണ് അതിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുക. അവരൊന്നും ജിഹാദികളല്ല, അപകടകാരികളല്ല. ജിഹാദികളാവാനോ പൊട്ടൻഷ്യൽ ജിഹാദികളാവാനോ പോലും സാധ്യതയില്ലാത്തവരാണ് ഈ സമുദായത്തിലെ ഈ പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ. അത് ഞാനെങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ, അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് കൂട്ടരെ. 50 കൊല്ലം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഈ മതത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് ഞാൻ. എന്നിട്ടും എനിക്കിവിടെ ഉടലിൻ്റെ മുകളിൽ തലയുമായി ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ കാരണം ഈ സമുദായത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരും ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരും മനുഷ്യസ്നേഹത്തെ അംഗീകരിക്കുന്നവരുമൊക്കെ ആയതുകൊണ്ടാണ് അവർ നമ്മളെ ജീവിക്കാൻ വിട്ടത്. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അപകടകാരികളാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എല്ലാ മുസ്ലിങ്ങളും ജിഹാദികളാവാൻ സാധ്യതയുള്ളവരാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. മറിച്ച് ഈ ദീന് അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഏറ്റവും കൂടിയ അളവിൽ ആവാഹിച്ചിട്ടുള്ള കുറച്ചാളുകൾ, ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമേ അപകടകാരികളായിട്ടുള്ളൂ. അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം അവരാവാഹിച്ചിട്ടുള്ള ഈ കാലഹരണപ്പെട്ട മതപ്രത്യയശാസ്ത്രമാണ് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിമല്ല ഇസ്ലാമാണ് അപകടമുണ്ടാക്കുന്നത് എന്ന അഭിപ്രായം പറഞ്ഞത്. ഇനി ഈ ബഹുഭൂരിപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന ഈ വിഭാഗം, ആ വിഭാഗത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, സമൂഹത്തിൽ ഉയർന്ന പദവികളിലുള്ള ആളുകളുണ്ട്, ജഡ്ജിമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീൽമാരുണ്ട്, അധ്യാപകരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, നല്ല സമൂഹത്തെ നയിക്കാൻ കഴിവുള്ള സാംസ്കാരിക നേതാക്കന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്. എല്ലാം ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിഭാഗത്തിനുള്ള ഒരു ചെറിയ കുഴപ്പം, ആ കുഴപ്പം ഞാൻ പല സന്ദർഭങ്ങളിലും ഇതിനു മുമ്പ് ആ വിഭാഗത്തിൻ്റെ തന്നെ കൂട്ടായ്മകളിലൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ സമുദായത്തെ രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും മതപരമായിട്ടും ആത്മീയമായിട്ടുമൊക്കെ നയിക്കാനും നിയന്ത്രിക്കാനും ഈ വിഭാഗം ആളുകൾ ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല. പകരം അറിവ് കുറഞ്ഞ, പൊതുവിദ്യാഭ്യാസം വിജ്ഞാനവും കുറഞ്ഞ, സംസ്കാരം കുറഞ്ഞ, ഈ ദീനിൻ്റെ വിഷലിപ്തമായ ആശയങ്ങൾ മാത്രം കിതാബുകൾ നോക്കി പഠിച്ചിട്ടുള്ള ഈ തലയെക്കെട്ടുകാരായിട്ടുള്ള മതപുരോഹിതന്മാരെ ഈ പറഞ്ഞ സമുദായത്തിൻ്റെ ആത്മീയവും രാഷ്ട്രീയവും അതല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികവും മതപരവുമൊക്കെ ആയ നേതൃത്വവും നിയന്ത്രണവും ഏൽപ്പിച്ചിട്ട് ഈ വിഭാഗത്തിൽപ്പെട്ട നല്ല മനുഷ്യരൊക്കെ കംഫർട്ട് സോണിൽ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്നു എന്നതാണ് ഈ സമുദായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ കുഴപ്പം. അത് ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ കുറച്ചൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഒരു സമുദായത്തെ നയിക്കേണ്ടത് ആ സമുദായത്തിലെ ബുദ്ധിജീവികളാണ്, ആ സമുദായത്തിലെ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഉയർന്ന നിലയിലെത്തിയിട്ടുള്ള ആളുകളുമാണ്. പക്ഷേ മുസ്ലിം സമുദായത്തെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഏറ്റവും വിവരം കുറഞ്ഞ ആളുകളാണ്. അതിൻ്റെ തെളിവുകളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത്. 10ാം ക്ലാസ് ഉന്നത വിജയം നേടിയ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഒരു മൊല്ലാക്ക ആ കുട്ടിയെ അപമാനിച്ചിറക്കി വിടുന്ന എത്ര ദയനീയമായൊരു കാഴ്ചയാണ് നമ്മൾ അടുത്ത ദിവസം മീഡിയയിൽ കണ്ടത്. അയാളൊക്കെയാണ് ഈ സമുദായത്തെ നയിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സമുദായം നന്നാവുക? ആ സമയത്ത് അങ്ങനെ ഒരു വൃത്തികേട് ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അയാളെ എതിർക്കാനോ അതല്ലെങ്കിൽ പിന്നീട് അയാൾക്കെതിരായിട്ട് ഒരു നടപടിയെടുക്കാനോ ഈ സമുദായം കാര്യമായി മുതിർന്നില്ല. നമ്മളെപ്പോലെ കുറേ ആൾക്കാർ കുറേ ഒച്ച വെച്ചു എന്നത് കഴിഞ്ഞാൽ ഈ സമുദായത്തിനകത്ത് അതിനെതിരായിട്ട് ഒരു ശബ്ദമുയർന്നില്ല. പക്ഷേ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ തൃപ്തരല്ല, അവർ അസംതൃപ്തരാണ്. ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് അവഹേളിച്ച് വിട്ടത് സഹിക്കുന്നവരോ ഇഷ്ടപ്പെടുന്നവരോ അല്ല ഈ സമുദായത്തിലെ 99% മനുഷ്യരുമെന്ന് എനിക്കറിയാം. പക്ഷേ മത നേതാക്കന്മാരങ്ങനെ ചെയ്യുമ്പോൾ മതത്തിന് കീഴടങ്ങുന്ന ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് ആരും കാര്യമായിട്ട് അതിനോട് പ്രതികരിച്ചില്ല. ഈ ഒരു ദൂഷ്യം മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ മിതവിശ്വാസികളും കപടവിശ്വാസികളുമായ ആ വിഭാഗത്തിനുണ്ട്. അതെൻ്റെ ഒരു വിമർശനമാണ്. ഒറ്റപ്പെട്ട വ്യക്തികളില്ല എന്നല്ല. കാരശ്ശേരി മാഷെ പോലെയുള്ള കുറേ വ്യക്തികൾ ഈ രംഗത്ത് സമുദായത്തിന് നേതൃത്വം നൽകുന്നവരായിട്ടൊക്കെ പലപ്പോഴും വരാറുണ്ട്.
പക്ഷേ അവരുടെയൊന്നും നേതൃത്വത്തെ ഈ മതസമൂഹം അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് പല ആളുകളും അതിൽ നിന്ന് മാറി നിൽക്കുകയും എന്നിട്ട് ഈ മതത്തെ നിയന്ത്രിക്കാൻ, ഈ മതസമുദായത്തെ രാഷ്ട്രീയമായി നിയന്ത്രിക്കാൻ, അവരെ ആത്മീയമായും മതപരമായി നിയന്ത്രിക്കാൻ ഈ വിവരം കുറഞ്ഞ പുരോഹിതന്മാരെ ഏൽപ്പിച്ച് ഇവരൊക്കെ കംഫർട്ട് സോണിൽ സ്വന്തം മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇത് മുസ്ലിം സമുദായത്തിൽ ഞാൻ കാണുന്ന ഒരു വലിയ കുഴപ്പമാണ്. പുരോഹിതരായി വരുന്ന ആളുകൾ ഭൗതിക വിദ്യാഭ്യാസം നേടാത്തവരും സംസ്കാരമില്ലാത്തവരും ആധുനിക കാലത്തെ മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഒട്ടുമേ ഉൾക്കൊള്ളാത്തവരുമാണ് എന്നതുകൊണ്ടും ഈ കിതാബിൽ പഠിച്ച ചീഞ്ഞു നാറിയ വൃത്തികെട്ട ഈ ദീനിൻ്റെ സംസ്കാരം മാത്രം ഉൾക്കൊണ്ടവരാണ് എന്നതുമാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളൊക്കെ പുറത്തിറങ്ങി ഇതിനെയൊക്കെ വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. ഞാനൊക്കെ ഈ മതവിമർശനം തുടങ്ങുന്നതിൻ്റെ കാരണം ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മര്യാദകെട്ട കാര്യങ്ങൾ ഈ മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഉള്ള മനസാക്ഷിയുടെ തള്ളൽ കൊണ്ടാണ് നമ്മളൊക്കെ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നത്. മറ്റു മതക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ ദൈവങ്ങളെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് ഈ മതം കച്ചവടം ചെയ്യുകയും അങ്ങനെ മതപരിവർത്തനം എന്ന ഒരു ബിസിനസ് ഇവിടെ നടത്തുകയും അതിലൂടെ പലതരത്തിലുള്ള മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വ്യക്തികളും സംഘടനകളും നമ്മുടെ നാട്ടിൽ ഈ വൃത്തികേട് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ സമൂഹത്തെ വലിയ അപകടത്തിലേക്കാണ് നയിക്കുക എന്നും ഇവിടെ വർഗീയമായ ധ്രുവീകരണത്തിന് ഇത് കാരണമാകുമെന്ന് 50 കൊല്ലം മുമ്പ് തന്നെ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് അതിന് തടയിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ മതം അത്ര ചക്കരയൊന്നുമല്ല, എല്ലാ മതങ്ങളും ഒരുപോലെ അന്ധവിശ്വാസങ്ങളാണ് എന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മതവിമർശനവുമായി രംഗത്തിറങ്ങിയത്. അത്തരം വിമർശനങ്ങളിലൂടെ അരനൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചതിൻ്റെ ഫലം, ഞാനടക്കം ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് സോഷ്യൽ മീഡിയയൊക്കെ വന്ന ഈ അടുത്ത ഒരു 10-15 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഈ ആശയപ്രചരണത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് വലിയ മാറ്റങ്ങൾ ഈ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ കാണാതെയൊന്നുമല്ല ഇത്തരം പ്രതികരണങ്ങളുമായിട്ട് ആളുകൾ വരുന്നത്. ആ മാറ്റങ്ങളിൽ അസ്വസ്ഥരായ ആളുകളാണ് ഇത്തരം പ്രതികരണങ്ങളുമായിട്ട് ചാപ്പ കുത്താൻ വരുന്നത്. 2 വിഭാഗം ആളുകൾക്കാണ് ഇതിലൊക്കെ അസ്വസ്ഥത. ഒന്ന്, ഇപ്പുറത്ത് ഈ മൗലികവാദികൾക്കൊപ്പം ഈ ദീനിനെ കച്ചവടം ചെയ്യാൻ നടക്കുന്ന ആളുകൾ, അപ്പുറത്ത് ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ട് ഇവിടെ മറ്റു വിഭാഗങ്ങളെ കൂടി വർഗീയമായി ധ്രുവീകരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റേ രാഷ്ട്രീയക്കാർ. ഈ 2 കൂട്ടർക്കുമാണ് ഇത്തരത്തിലുള്ള ചാപ്പകുത്തലുകളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ആവശ്യമായി വരുന്നത്. അവരാണ് നമ്മളെക്കുറിച്ച് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വരുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല, ഞാൻ ഇസ്ലാമിനെതിരാണ്. പച്ചക്ക് തന്നെ അത് പറയും, അത് വിശദീകരിക്കാനും കഴിയും. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗങ്ങളിൽ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. ഈ മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളും കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഈ സമുദായം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് മുസ്ലിങ്ങൾ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഇസ്ലാം വിശ്വസിച്ചവർ എന്ന അർത്ഥത്തിലല്ല. ഇസ്ലാം വിശ്വസിച്ചവർ എന്ന അർത്ഥത്തിലാണെങ്കിൽ ഏത് ഇസ്ലാം വിശ്വസിച്ചവർ എന്ന ചോദ്യം വളരെ സങ്കീർണമായ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പരസ്പരം കാഫറാക്കുന്ന 900 ഗ്രൂപ്പുകൾ തമ്മിലടിക്കുന്ന ഇസ്ലാമിൽ ഏത് ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം? ഏത് ഇസ്ലാം വിശ്വസിച്ചാലാണ് ഒരാൾ മുസ്ലിം ആവുക? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഇന്ന് ലോകത്ത് സാധ്യമാവുമോ? അങ്ങനെ ഒരു സങ്കീർണത ഉണ്ടാവാൻ തന്നെ കാരണം ഇസ്ലാം എന്ന ഫിത്തനയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാണ് പ്രശ്നം, ഇസ്ലാം മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിനെ, അതിലേത് ഇസ്ലാമിനെയാണോ ഒരു മുസ്ലിം ഏതളവിലാണോ ആവാഹിച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും ആ മുസ്ലിമിൻ്റെ പെരുമാറ്റവും സ്വഭാവവും അയാൾ ഈ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളുടെ സവിശേഷതകളുമൊക്കെ വിലയിരുത്തപ്പെടേണ്ടത്. ഇതാണ് ഈ പ്രതികരണത്തിനുള്ള ഒരു മറുപടിയായിട്ട് പറയാനുള്ളത്. ഇനിയും ഇതുപോലെയുള്ള കുറേ പ്രതികരണങ്ങൾ അതിൻ്റെ താഴെയുണ്ട്. അതിൽ ചാപ്പകുത്തലുകളൊക്കെ മുറക്കെ നടന്നിട്ടുണ്ട്. അതിൽ മറുപടി അർഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും അവതരിപ്പിക്കാം.